ഹായ്, എൻ്റെ പേര് ഷാർലറ്റ് സജീവ്. അപ്പം സ്വപ്നസുന്ദരിയെ പറ്റി പറയുകയാണെങ്കിൽ ഫാമിലി മൂവിയാണ്, സാർ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഫസ്റ്റ് മൂവി ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ്, ഇത് സെക്കൻഡ് മൂവിയാണ്. ഇതിൽ ഞാൻ നേഹ എന്ന ക്യാരക്ടർ റോളാണ് ചെയ്തിരിക്കുന്നത്. നേഹ എന്ന് പറയുമ്പം ഷാനു എന്ന് പറഞ്ഞാൽ ചേട്ടൻ അഭിനയിച്ച് പേരായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ കാണിക്കുന്ന നേഹ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു പ്രണയമാണ്. അപ്പം നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ബാക്കി ഈ പ്യുവർ ആയിട്ടുള്ള പ്രണയം വിജയിക്കുമോ ഇല്ലയോ എന്ന് ഈ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം. ആദ്യമേ എനിക്കൊരു അവസരം തന്ന ഫിലിപ്പ് സാറിന് നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സിനിമയിൽ ഒരു നായകതുല്യ കഥാപാത്രം തന്നെ തന്ന പ്രൊഡ്യൂസർ ഷാൻസി സലാമുണ്ട്. അടുത്തത് അത് പെട്ടെന്ന് റിലീസാവും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ രജിത് കുമാർ സാറ് പുള്ളി ഞാനും കൂടെയുള്ള മൂന്ന് സിനിമ അല്ലേ ടോട്ടൽ ചെയ്തു. അതിൽ നല്ലൊരു വേഷം എനിക്ക് മറ്റൊരു സിനിമയിലും വാങ്ങി തന്നു. ആലി എന്ന് പറഞ്ഞൊരു സിനിമ. അതുപോലെ പാഞ്ചാലി എന്ന് പറഞ്ഞ സിനിമയാണ് ഷാൻസി മേഡം ചെയ്തത്. ആലി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ചെയ്തത് കാസ്റ്റിംഗ് ഹെഡും പ്രൊഡക്ഷൻ ഡിസൈനറായിരുന്നു. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് എൻ്റെ കൂടൊപ്പം എന്നെ കഴിവുള്ള രീതിയിൽ താഴെയുള്ള ആർട്ടിസ്റ്റുകളെ വളർത്തിക്കൊണ്ടുവരിക, അങ്ങനെ അതിലെ ക്യാരക്ടറായിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചു. പിന്നെ ഇതൊരു ചെറിയ സിനിമയാണ്. ഈ ചെറിയ സിനിമയിൽ ഒരുപാട് പൈസക്ക് പ്രാധാന്യം ഇവർ പറഞ്ഞു. പക്ഷെ ഫിലിപ്പ് സാർ എനിക്ക് ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കുറേ ആളുകൾ സിനിമയ്ക്ക് ചാൻസ് ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ട് പൈസ ചോദിക്കും. 50,000 തരുമോ, 1 ലക്ഷം തരുമോ, 2 ലക്ഷം തരുമോ എന്നൊക്കെ. എത്ര പൈസക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലും ഒരാളെ ലണ്ടനിൽ പോയത്. അതെ എനിക്ക് നല്ല ഫുഡ്, നല്ല അക്കോമഡേഷൻ ഞങ്ങൾക്ക്. അപ്പൊ പിന്നെ ഈ മീഡിയാസിനോട് എനിക്ക് നന്ദി പറയാനുള്ളത്, എന്നെ ബോച്ചയുടെ അപരനായിട്ട് നിങ്ങൾ എല്ലാവരും കേരളം മുഴുവൻ കറക്കി തന്നതിൽ വളരെയധികം നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത് ശ്രീകൃഷ്ണൻ ഒരു വേഷം ചെയ്തു. ഞാനൊരു മുസ്ലിമാണ്, പക്ഷെ അടുത്തുള്ള അമ്പലത്തിൽ അവർ ക്ഷണിച്ചു. ശ്രീകൃഷ്ണ വേഷത്തിലായിരുന്നു ഞാൻ പോയത്. അത് റിപ്പോർട്ടർ ചാനൽ മുതലുള്ള ഒരുവിധം സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തു തന്നു. അപ്പോ എനിക്ക് അവസരം തന്ന ഫിലിപ്പ് സാറ് പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഷെജിൻ ആലപ്പുഴ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. PR ആയിട്ടുള്ള മാത്രം ബന്ധമല്ല, പല സിനിമാ ലൊക്കേഷനിലും എനിക്ക് നല്ലൊരു ബന്ധമുള്ള ആളുകളാണ്. ഇതിൽ അഭിനയിച്ച എല്ലാവരും നമ്മൾ കുടുംബത്തിന്റെ പോലെയാണ് നമ്മളോട് പെരുമാറിയിരുന്നത്, ഒരു കൂട്ടായ്മയിലൂടെയാണ് പെരുമാറിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ സ്വപ്നസുന്ദരി റിലീസാവുക, അതുപോലെ ഇത്തരം വേദികളിൽ ഇരിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നതിൽ ഒരാളെ വളരെയധികം വീണ്ടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്. കാരണം വെച്ചാൽ അതൊക്കെ ഓരോ ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും സ്വപ്നസുന്ദരി നല്ലൊരു വിജയമാവട്ടെ. അതിന്റെ ഭാഗമായി ഞാനൊരു വിഷ്ണു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തത്. നായകന്മാരെ കൂടെ നിൽക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയിലുള്ള നല്ലൊരു വേഷമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് വിജയമാകട്ടെ. നന്ദി. നമ്മൾ ഒരുമിച്ച് 3 പടം, നമ്മുടെ 3 പടം നാളെ വരണം. അടുത്ത രീതി പിടിക്കണ്ടേ? ഹലോ, എൻ്റെ പേര് മനീഷ മോഹൻ. ഹലോ, എൻ്റെ പേര് മനീഷ മോഹൻ. ഞാൻ സ്വപ്നസുന്ദരിയിൽ കരീഷ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത് സാനിഫിന്റെ പേരായിട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഫിലിപ്പ് സാർ ആണെങ്കിലും രജിത് സാർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു മൂവിയാണ്, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പടം കണ്ടിട്ട് അഭിപ്രായം പറയാം. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ മൂവിയാണ് എൻ്റെ. ഇത് കോവിഡിന് മുമ്പ് ചെയ്ത മൂവിയാണ്. ഒരു 5 years ആയിട്ടുണ്ട് അല്ലേ? 5 years ആയിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ചെയ്ത എൻ്റെ ആദ്യത്തെ മൂവിയായിരുന്നു. അപ്പോൾ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അപ്പോൾ ക്രൂ ആയിക്കോട്ടെ, ഫിലിപ്പ് സാർ ആയിക്കോട്ടെ, എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു.
അപ്പോൾ എന്നെ താങ്ക് യു സർ, കാരണം സാറാണ് എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നത്. അതേപോലെ ഈ പടത്തിൽ എന്നെ ആദ്യം വിളിച്ചത് തന്നെ ഷാൻസി മാം ആയിരുന്നു. താങ്ക് യു. അപ്പോൾ ഇപ്പൊ ഞാൻ വേറെ മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നു മലയാളത്തില്. അതിൽ കോവിഡ് മുമ്പ് എന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. ചെയ്യുമ്പോൾ നല്ല സ്ലിം ബ്യൂട്ടി ആയിരുന്നു. ആ, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എന്നെ കണ്ട അധികം ആൾക്കാർക്ക് മനസ്സിലാവില്ല മൂവിയിൽ. ഞാൻ നന്നായിട്ട് അപ്പൊ താങ്ക് യു സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാനിഫ് അലി എന്നാണ്. ഞാൻ ഈ പടത്തില് ഷാനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ഫിലിപ്പ് സാറിനോട് നന്ദി പറയുന്നു. അതേപോലെ പ്രൊഡ്യൂസർ, നമ്മുടെ കൂടെ അഭിനയിച്ച ആൾക്കാർ, ഇതില് വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനോടും നന്ദി പറയുന്നു. കാര്യം നമ്മളൊരു ഒന്നുമില്ലാതെ ഒരു എന്താ പറയാ ബഡ്ജറ്റ് ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു പടം, ചെറിയൊരു പടം ആയിരുന്നു. അപ്പം എല്ലാവരും സഹകരിച്ച് ഈ ഒരു പടത്തിനെ തിയേറ്റർ വരെ എത്തിക്കാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പം സാറിന് ഈ ഒരു സ്ട്രഗിളിൽ കുറെ എന്താ പറയാ ഇവിടുത്തെ ജോബ് വിട്ട് പുറത്ത് പിന്നെ വർക്ക് ചെയ്യുക, കാശ് ഉണ്ടാക്കുക, പിന്നെ പടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ആത്മാർത്ഥതയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാര്യം കുറെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഇതില്, പിന്നെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റും അതേപോലെ നമ്മളെ പോലെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റും. അപ്പം എല്ലാവരും ഈ ഒരു പടത്തിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീറാം. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ, നിങ്ങൾക്കറിയാം, ശ്രീ ജി കെ പിള്ള മരിച്ചുപോയി. സോ കോവിഡ് സമയത്ത് ജോലി പോയി നാട്ടിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വേറൊരു റഹീം പനൂർ എന്നൊരു വ്യക്തി വഴി ഞാൻ ഫിലിപ്പ് സാറിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു ഫിലിപ്പ് സാറിനെ കണ്ടത്. ഫിലിപ്പ് സാറിനെ പറഞ്ഞു ഇങ്ങനെ സെൽവൻ എന്നൊരു സെക്കൻഡ് ഹീറോ ക്യാരക്ടർ ഉണ്ട്, ഒരു തമിഴ് ബേസ്ഡ് ക്യാരക്ടറാണ്. അപ്പൊ കുറച്ച് താടിയൊക്കെ നന്നായിട്ട് വളർത്തി കുറച്ച് ബൾക്കി ആയിട്ടിരിക്കണം നിങ്ങൾ സാറ് പറഞ്ഞു. അങ്ങനെ കുറച്ച് ആ രീതിയിൽ ക്യാരക്ടർ ആ രീതിയിൽ മാറ്റം വരുത്തി. അങ്ങനെ പിന്നെ മൂന്നാറിൽ ഷൂട്ടിന് വന്നു. അപ്പോൾ സാനിഫ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലിമിറ്റഡ് ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ലിമിറ്റഡ് ആയിട്ടായിരുന്നു നമ്മൾ വന്നത്. കാരണം ഇപ്പോൾ നമ്മളാണെങ്കിലും ടേക്കിനിടയിൽ ഇപ്പം ഞാനും ഷാനും കൂടെ രാവിലെ സാനിഫ് കൂടെ ചെന്ന് രാവിലെ മേക്കപ്പ് ഇട്ടിരിക്കും. രാത്രിയാണ് ഷൂട്ട്. അപ്പോൾ എന്റെ മടി കിടന്ന് എവ ഉറങ്ങും, അവന്റെ മടി കിടന്ന് ഞാൻ ഉറങ്ങും. ഞങ്ങൾ കടത്തന്നെ ഒരുമിച്ച് ഇരിക്കും. ഇതൊക്കെ തന്നെ സ്ഥിരം ഇതുള്ളത്. അപ്പം പിന്നെ ഫുഡ് എല്ലാം ഒരു ലിമിറ്റഡ് ആയിരുന്നു. നമുക്കതിന് പരാതിയില്ല. അപ്പൊ ആ സമയത്ത് നമുക്കത് മനസ്സിലാക്കിയതാണ് നമ്മൾ ആ സിനിമയുടെ കൂടെ ഞാനാണെങ്കിലും സാനിഫ് ആണെങ്കിലും ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആണെങ്കിലും സഹകരിച്ചത്. എന്റെ ഫ്രണ്ടായിട്ടാണ് മിസ്റ്റർ നിഷാന്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഫിലിപ്പ് സാറിന്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. കാരണം അത്രയും ഇതുണ്ടായിട്ട് പോലും ഷൂട്ടിംഗ് ഒരു ഇതുമില്ലാതെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞ 4 to 5 years ആയി. സോ ഇത് ഇറങ്ങത്തില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരാളായിരുന്നു ഞാൻ. കാരണം ഇത്രയും സമയം എടുത്തതുകൊണ്ട്. സോ ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യണം. അപ്പൊ ഒരു 2-3 weeks ഐ തിങ്ക് അത്രയും സമയം തോന്നുന്നു. സാറ് ഗ്രൂപ്പിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താ പറയാ, നമ്മൾ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുകയാണ്. കാരണം ആക്ച്വലി ഞാനാണ് സാനിഫ് ആണെങ്കിലൊക്കെ ഞങ്ങൾ ടച്ച് വരെ വിട്ടുപോയി. കാരണം വെച്ചാൽ ഈ സിനിമ ഇനി ഇറങ്ങില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷെ പെട്ടെന്ന് ഒരു ഇത് വന്ന് സാർ ആക്റ്റീവായിട്ട്, സാറ് നേരത്തെ രജി സാറൊക്കെ പറഞ്ഞ പോലെ വിദേശത്ത് പോയി പൈസ ഉണ്ടാക്കി തിരിച്ചു വന്നു. കാരണം സാർ അന്നേ പറയുമായിരുന്നു എന്നെങ്കിലും ഒരിക്കലും ഞാൻ ഈ പടം റിലീസ് ചെയ്യും എപ്പോഴെങ്കിലും എന്ന് സാറ് പറഞ്ഞു. പക്ഷെ ആ സാറിന്റെ ആ ഒരു ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കൈയ്യടി അറിയിക്കുന്ന ഫിലിപ്പ് സാറാണ്. കാരണം ഈ സിനിമ ഇറങ്ങുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാനത് പറയുന്നുണ്ടെങ്കിൽ അത് ഫിലിപ്പ് സാർ ഒരാളുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. അതുപോലെ ഷാൻസി മാഡം ആണെങ്കിലും ഒരുപാട് ആ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഒരുപാട് നമുക്ക് കൂടെ നടന്നു. ഞങ്ങൾ എല്ലാവരുടെയും ഒരു അമ്മയെ പോലെയായിരുന്നു. അതായത് ഞങ്ങൾ കുറെ ആൺകുട്ടികൾ പെൺകുട്ടികളെ കൊണ്ട് എല്ലാവരെയും ഒരു ഗൈഡിനെ പോലെ കൊണ്ടുനടന്നത് ഷാൻസി മാഡം ആയിരുന്നു. അപ്പൊ ഇത്തരത്തിൽ എല്ലാ രീതിയിലും ഒരുപാട് പേരുടെ ഹാർഡ് വർക്കും കഷ്ടപ്പാടും ഒക്കെയാണ്. അതുപോലെ ജിൻഡോയുടെ ഫൈറ്റൊക്കെയാണ്. ജിൻഡോ വന്നിട്ടില്ല. അങ്ങനെ ജിൻഡോ ഇടിയൊക്കെ കിട്ടി. അപ്പൊ എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ സിനിമ. ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഉണ്ട്. സോ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഞാൻ ചോദിക്കുകയാണ്. സോ ഈ അവസരം എനിക്ക് തന്ന ഫിലിപ്പ് സാറിനും ഷാൻസി മാഡത്തിനും ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.